a failure. ഹേ ഡിറോപ്പി ഫാൻസ്, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ എനിക്കൊരു വലിയ താങ്ക്സ് തന്നെ പറയണം നിങ്ങളോട്. കാരണം 1 ഇയറിന് മേലെ ഞാൻ വീഡിയോ ചെയ്തിട്ട് പിന്നീട് ലോങ് ടൈമിന് ശേഷം വീഡിയോ ഇട്ടപ്പോൾ ആ പഴയ സപ്പോർട്ട് ആൻഡ് ലവ് കാണിച്ചതിന് താങ്ക് യു ഗൈസ്, താങ്ക്സ് അ ലോട്ട്. നിങ്ങൾ നൽകുന്ന ഈ സപ്പോർട്ട് ആൻഡ് ലവ് ആണ് തുറന്നും വീഡിയോ ചെയ്യാൻ എനിക്ക് മോട്ടിവേഷൻ നൽകുന്നത്. സോ പ്ലീസ് ഗീവ് യുവർ സപ്പോർട്ട് ആൻഡ് ലവ് അഗൈൻ ആൻഡ് അഗൈൻ. ഞാൻ മാക്സിമം തന്നെ ഇനി മുതൽ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. വീക്ക്ലി അറ്റ്ലീസ്റ്റ് 1 വീഡിയോ എങ്കിലും ചെയ്തിരിക്കും. ആൻഡ് നിങ്ങളുടെ കമന്റ്സ് എല്ലാം ഞാൻ വായിച്ചു. അഗൈൻ ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ ടോപ്പിക്. ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു സോറോ ആഫ്റ്റർ വാനോ എന്നുള്ള സോറോയുടെ ന്യൂ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് പറഞ്ഞുകൊണ്ടുള്ള ആ വീഡിയോ. ആൻഡ് ആ വീഡിയോയുടെ പാർട്ട് 2 ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്താൽ മതി. ആൻഡ് ഇതിൽ സോറോ വീസസ് മീഹോക്ക് എന്നുള്ള ടോപ്പിക് മാത്രമല്ല, സോറോ വീസസ് അഡ്മിറൽസ് എന്ന ഭാഗവും കൂടെ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. വളരെ ഷോർട്ടായി വീഡിയോ ആയിരിക്കും. സോ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. ആൻഡ് വീഡിയോക്ക് ലൈക്ക് കൊടുത്തേക്ക്. ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതും കൂടെ ചെയ്തേക്കുക. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ സോറോയുടെ പവേഴ്സ് പറഞ്ഞതുകൊണ്ട് വീണ്ടും പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. സോ നമുക്ക് മീഹോക്കിന്റെ ക്യാരക്ടർ ആൻഡ് പവേഴ്സിൽ നിന്നും തന്നെ തുടങ്ങിയേക്കാം. വൺ പീസ് വേൾഡിലെ തന്നെ ഗ്രേറ്റസ്റ്റ് ഓർ സ്ട്രോങ്സ്റ്റ് സ്പോർട്സ്മാൻ ആണ് മീഹോക്ക്. പൈററ്റ്സും മെമ്പറേഴ്സും റൂൾ ചെയ്യുന്ന വൺ പീസിൽ മീഹോക്ക് മാത്രം കുറച്ച് വ്യത്യസ്തനാണ് എന്ന് തന്നെ പറയാം. കാരണം ഇദ്ദേഹം ഫെയിമിന് അല്ലെങ്കിൽ ഗ്ലോറിക്ക് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ ഒന്നുമല്ല ചുറ്റിത്തിരിയുന്നത്. വർത്തിയായ ഒരു ഒപ്പോണന്റിനെ ഓർ റൈവലിന് വേണ്ടിയാണ്. വൺ പീസ് വേൾഡിലെ ഏതൊരു ലെജൻഡും മീഹോക്കായിട്ട് 1-to-1 കോമ്പാറ്റ് നടത്താൻ പേടിയാണ്. ഈവൻ ഒരു എൻഡർ ആർമിക്ക് തന്നെ മീഹോക്കിനെതിരെ ഫൈറ്റ് ചെയ്യാൻ മടിയാണ് എന്ന് പറയാം. മറൈൻസിന്റെ ബസ്റ്റർ കോളറ്റേക്ക് സോളോ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വർത്തിയായ ഒരു ക്യാരക്ടർ. യോങ്കോയായ ഷാങ്സിന്റെ റൈവൽ മറൈൻസിനും പൈററ്റ്സിനും ഒരേ സമയം തലവേദന സൃഷ്ടിക്കുന്ന ഒരു ക്യാരക്ടർ. ആൻഡ് മാങ്ക അനുസരിച്ച് നോക്കിയാൽ വൺ പീസ് വേൾഡിലെ സ്ട്രോങ്സ്റ്റ് സ്പോർട്സ്മാൻ എന്നുള്ള പട്ടം 28 കൊല്ലമായിട്ടും കീപ്പ് ചെയ്യുന്ന ഒരു ലെജൻഡറി ക്യാരക്ടർ തന്നെയാണ് ഡ്രാക്കുള മീഹോ. അതേപോലെ കാമായ പേഴ്സണാലിറ്റിയാണ് ഇദ്ദേഹത്തിൻ്റെത്. എത്ര വലിയ ഡേഞ്ചർ സിറ്റുവേഷനിലും ഫേസിനോ എക്സ്പ്രഷനോ യാതൊരുവിധ മാറ്റവും കാണില്ല. വൈറ്റ് ബിയർഡിന്റെ ക്രൂവിനെതിരെ നിന്ന് മറൈൻ ഫോർഡിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ മീഹോക്കിന് ഓൾറെഡി ഒരു ധാരണയുണ്ട്. ഓൾസോ മറൈൻ ഫോർഡിൽ ഷാങ്സ് വരുന്ന നിമിഷം മീഹോക്ക് തന്റെ ഫൈറ്റ് നിർത്തി പോകുന്നത് അതിന് മികച്ച എക്സാമ്പിൾ തന്നെയാണ്. ആൻഡ് തന്റെ റൈവൽസിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് മീഹോക്ക്. അതിന്റെ ബലം തന്നെയാണ് സോറോ സ്റ്റിൽ എലൈവായി ഇരിക്കാൻ തന്നെ കാരണം. മീഹോക്ക് വിചാരിച്ചിരുന്നെങ്കിൽ സോറോനെ ആദ്യ ഫൈറ്റിൽ തന്നെ ഇല്ലാതാക്കാനുള്ള സിറ്റുവേഷൻ മീഹോക്കിനുണ്ടായിരുന്നു. ബട്ട് സോറോ എന്ന സ്പോർട്സ്മാന്റെ ഡിറ്റർമിനേഷൻ, ഡ്രീംസിന് വേണ്ടിയുള്ള തന്റെ ഹാർഡ് വർക്ക് മനസ്സിലാക്കി സോറോയോട് പോലും ഒരു ചെറിയ റെസ്പെക്ട് മീഹോക്കിന് ഉണ്ടാകുന്നുണ്ട്. ആൻഡ് നമുക്കറിയാം വൺ പീസ് ഫാൻസ് മൊത്തം ഉറ്റുനോക്കുന്ന ഒരു എൻഡ് ഗെയിം ബാറ്റിൽ തന്നെയാണ് സോറോ വേഴ്സസ് മീഹോക്ക് കോമ്പാറ്റ്. മീഹോക്കിനെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ സോറോയ്ക്ക് തന്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ സാധിക്കൂ. സോറോയുടെ ഏറ്റവും വലിയ ആഗ്രഹവും മീഹോക്കിനെ പരാജയപ്പെടുത്തുക എന്ന് തന്നെയാണ്. സോ ബേസിക്കലി പറഞ്ഞാൽ മീഹോക്കിന്റെ പവർ ലെവലിന് മുകളിലെത്താൻ വേണ്ടിയാണ് സോറോ ഡേ ബൈ ഡേ ഹാർഡ് വർക്കിലൂടെ ഒരു പവർഫുൾ ക്യാരക്ടറായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു സാൻജി ഫാൻ ആണെങ്കിലും ഈ ഒരു കാര്യത്തിൽ എനിക്കും വലിയ റെസ്പെക്ട് തന്നെയാണ് സോറോയോട്. ആൻഡ് ഇനി മീഹോക്കിന്റെ പവേഴ്സ് നോക്കിയാൽ അവിടെയാണ് മെയിൻ ട്വിസ്റ്റ്. മീഹോക്കിന്റെ 99.99 പവേഴ്സിനെ കുറിച്ചും ഓടെ ഒരു ഹിന്റ് പോലും തന്നിട്ടില്ല. ഇദ്ദേഹം ബെസ്റ്റ് ആണെന്ന് കാണിക്കാൻ കുറച്ച് സീൻസും വൻ ബൗണ്ടിയും ഒഴിച്ചാൽ മീഹോക്കിന്റെ പവേഴ്സ് സ്റ്റിൽ മിസ്റ്ററിയാണ്. ആക്ച്വലി ഓടെ മീഹോക്കിനെ ഇത്രയും നാൾ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മാങ്ക വായിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് തോന്നുന്നു. ബട്ട് എന്തൊക്കെ തന്നെ പറഞ്ഞാലും വൺ പീസ് വേൾഡിൽ മീഹോക്കിന്റെ അത്രയും സോഡ് കൺട്രോളബിലിറ്റി ഉള്ള മറ്റൊരു ക്യാരക്ടർ ഇല്ല എന്ന് തന്നെ പറയാം. ആൻഡ് ഓൾസോ 12 സുപ്രീം ഗ്രേറ്റ് സോഡ്സിൽ ഒന്നായ ബ്ലാക്ക് ബ്ലേഡ് അഥവാ യോരു കൈവശം വെച്ചിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ മീഹോക്ക് തന്നെയാണ്. അതേപോലെ ടൈം സ്കിപ്പിന് മുൻപ് സോറോയെ ട്രെയിൻ ചെയ്യുന്നതും മീഹോക്ക് തന്നെയാണ്. സോ മീഹോക്ക് ആയിട്ടുള്ള ട്രെയിനിങ് പീരീഡ് അവസാനിച്ചതിന് ശേഷമാണ് സോറോ അഡ്വാൻസ് ലെവലുള്ള ആർമോൺ ഹാക്കി പഠിക്കുന്നത്. ലേറ്റർ പീരീഡിലാണ് സോറോ കോൺഗർ ഹാക്കി അച്ചീവ് ചെയ്യുന്നതും. സോ സോറോയ്ക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി മീഹോക്കിനും ആ പവേഴ്സ് ഉണ്ടായിരിക്കും. ബട്ട് മാങ്കയിലോ ആനിമയിലോ അത് ഇതുവരെ കൺഫേംഡ് ആക്കിയില്ല എന്ന് മാത്രം. ആൻഡ് അതേപോലെ ഒബ്സർവേഷൻ ഹാക്കി ആൻഡ് ആർമമെന്റ് ഹാക്കി പവേഴ്സ് എല്ലാം മീഹോക്ക് പ്രോസസ് ചെയ്യുന്നതായി പറയുന്നുമുണ്ട്. സോ ഇതിന്റെ എല്ലാം കൺക്ലൂഷനിൽ മീഹോക്കിന്റെ പവേഴ്സ് ഇപ്പോഴും അൺനോൺ ആണെങ്കിലും കറന്റ്ലി വളരെയധികം പവേഴ്സ് പ്രോസസ് ചെയ്യുന്ന സോറോയ്ക്ക് മീഹോക്കിനെ ഡിഫീറ്റ് ചെയ്യുന്ന ലെവൽ റീച്ച് ആയോ എന്ന് ചോദിച്ചാൽ സ്റ്റിൽ ഡൗട്ടാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഷാങ്സിന്റെ റൈവലായിട്ടാണ് മീഹോക്കിനെ കൺസിഡർ ചെയ്യുന്നത്. ഷാങ്സ് ആയിട്ടുള്ള ഫൈറ്റിന് ശേഷവും മീഹോക്ക് തന്നെയാണ് വേൾഡ് സ്ട്രോങ്സ്റ്റ് സ്പോർട്സ്മാൻ എന്നുള്ള പട്ടം കൊണ്ടു കിടക്കുന്നത്. ആൻഡ് സോറോയ്ക്ക് ഷാങ്സിന്റെ അത്രയും പവർ ലെവൽ അച്ചീവ് ചെയ്യാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം. സോ സോറോയ്ക്ക് മീഹോക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ ഇപ്പോൾ കൈവശമുള്ള പവേഴ്സ് മാത്രം പോരാ. അങ്ങനെ നോക്കിയാൽ മീഹോക്കിനാണ് ഇപ്പോഴും വിന്നിംഗ് പെർസെന്റേജ് കൂടുതൽ എന്ന് പറയാം. ബട്ട് സോറോ ആ ഗ്യാപ്പ് ഡേ ബൈ ഡേ ഫില്ല് ചെയ്തുകൊണ്ട് തന്നെ വരികയാണ്. സത്യസന്ധമായി പറയുകയാണെങ്കിൽ എൽബ ഫാർക്കിൽ സോറോയെ വളരെയധികം പവറോട് കൂടിയാണ് കാണിക്കുന്നത്. ഫൈനൽ സാഗയിലെ സോറോ വേഴ്സസ് മീഹോക്ക് എൻഡ് ഗെയിം ആകുന്ന ടൈമിൽ മീഹോക്കിനേക്കാൾ പവർഫുൾ ആയ ക്യാരക്ടറായിട്ട് സോറോ മാറുമെന്ന് പറയാൻ സാധിക്കും. ബട്ട് ഒരാളുടെ തോൽവിയിലൂടെ സോറോയ്ക്ക് ഈ പട്ടം, അതായത് വേൾഡ് സ്ട്രോങ്സ്റ്റ് സ്പോർട്സ്മാൻ എന്നുള്ള ആ ബ്രാൻഡ് നെയിം കൊടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഓടയെ കുറിച്ച് നമുക്കറിയാം ഫൈനൽ മിനിറ്റിൽ എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് ട്വിസ്റ്റ് കൊണ്ടുവന്ന് വെക്കും. സോ മീഹോക്കിന് സാധിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മീഹോക്കിനേക്കാൾ പവർ സോറോ കൈവരിച്ചു എന്ന് കാണിച്ചുകൊണ്ട് തന്നെ നിർത്താനും ചാൻസ് ഉണ്ട്.
എന്റെ പ്രാർത്ഥന അങ്ങനെ നടക്കില്ല എന്നാണ്. കാരണം സോറോ വീസസ് മീഹോക്ക് ഫൈറ്റിന് വേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ്. മീഹോക്കിനെ പരാജയപ്പെടുത്തി സോറോ അത് കൈവരിച്ചാൽ മാത്രമേ ആ ബ്രാൻഡ് സോറോയ്ക്ക് കിട്ടിയത് കൊണ്ട് അർത്ഥമുണ്ടാവുകയുള്ളൂ. ആൻഡ് ഇനി സോറോ വീസസ് അഡ്മിറൽസിനെ കുറിച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ എല്ലാ അഡ്മിറൽസും ടോപ്പ് 1 ടയർ ഹാക്ക് യൂസേഴ്സ് ആയിരിക്കും. യോങ്കോ ലെവൽ ത്രെഡ്സിനെ നേരിടാൻ ഓരോ അഡ്മിറലിനും കേപ്പബിലിറ്റി ഉണ്ട് എന്ന് പറയാം. ആൻഡ് എല്ലാവർക്കും തന്നെ ടോപ്പ് പവേഴ്സ് അടങ്ങിയ ഡെവലപ്പ് പവേഴ്സും ഉണ്ട്. കിസാരുവിന്റെ കേസിൽ ഹി ഹാവ് ലൈറ്റ് സ്പീഡ് മൂവ്മെന്റ് പ്ലസ് ലേസസ് എനർജി. ആൻഡ് ഫ്യൂജിറ്ററിനെ നോക്കിയാൽ ഗ്രാവിറ്റി മാനിപ്പുലേഷൻ. ആൻഡ് ഓൾസോ ഗ്രീൻ ബുള്ളിനെ നോക്കിയാൽ നേച്ചർ കൺട്രോൾ പ്ലസ് റാപ്പിഡ് ഹീലിംഗ്. സോ ഈ പവേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ സോറോയ്ക്ക് പറ്റിയ ഒപ്പോണൻസ് തന്നെയാണ് ഇവരും. ആൻഡ് ഇവരുടെ മികച്ച പ്ലസ് എന്ന് പറയുന്നത് കീപ് ഡിസ്റ്റൻസ് കോമ്പാറ്റ് പവേഴ്സ് ഈൽഡ് ചെയ്യുന്നവരാണ് ഇവരെല്ലാം തന്നെ. ഓൾസോ ഇവർക്കൊക്കെ ബാറ്റിലേക്ക് സോറോനെക്കാളും കുറച്ചും കൂടെ ഉണ്ട് എന്ന് പറയാം. ആൻഡ് എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ ഏറെക്കുറെ സെയിം തന്നെയാണ്. ആൻഡ് ഇവരുടെ കമ്പൈൻഡായ അറ്റാക്കിൽ സോറോയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തേ ഇല്ല. ബട്ട് 1 vs 1 കോമ്പാറ്റ് ആണെങ്കിൽ കറന്റ്ലി വളരെയധികം പവേഴ്സ് ഉള്ള സോറോയ്ക്ക് ഗ്രീൻ ബുള്ളിനെ വളരെ ഈസിയായി ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഫ്യൂജിറ്ററിനെ പരാജയപ്പെടുത്താൻ സോറോയ്ക്ക് സാധിക്കും. ബട്ട് കിസാരിന്റെ കാര്യത്തിൽ അതൊരു സ്റ്റിൽ ഡൗട്ട് തന്നെയാണ്. മേ ബി കിസാരിന്റെ സെയിം ലെവൽ പവർ തന്നെ സോറോയ്ക്ക് എൽബ ഫാർക്കിന് ശേഷം കൈവരിക്കാൻ സാധിച്ചേക്കും. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ അതിനുള്ള റീസൺ സ്പോയിലറായി പറഞ്ഞിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള 3 അഡ്മിറൽസിൽ 2 അഡ്മിറൽസിന്റെ പവർ ലെവലും സോറോയ്ക്ക് ഉണ്ട്. കോൺഗ്രർ ഹാക്കി ഉള്ളത് കൊണ്ട് അവരെക്കാൾ സ്ട്രോങ്സ്റ്റ് ആണ് സോറോ. ആൻഡ് എനിക്കറിയാം ഞാൻ സോറോയുടെയും മീഹോക്കിന്റെയും പവേഴ്സിനെ കുറിച്ച് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടേ ഇല്ല. കാരണം ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിലും മീഹോക്കിന്റെ ക്യാരക്ടറിസ്റ്റിക് വീഡിയോയിലും അവരുടെ പവേഴ്സിനെ കുറിച്ചും സ്പോർട്സിനെ കുറിച്ചും മെൻഷൻ ചെയ്തിട്ടുണ്ട്. വീണ്ടും അത് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാതിരുന്നത്. ഇതെനിക്ക് ലാസ്റ്റ് വീഡിയോ തന്നെ പറയാമായിരുന്നു. ബട്ട് ആ വീഡിയോയുടെ കണ്ടന്റിൽ നിന്നും വഴുതി മാറുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിന് ഷോർട്ടായ ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. ആൻഡ് ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ 2-3 തിയറി വീഡിയോസ് ആൻഡ് ഓൾസോ സാഞ്ചിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ കീപ് സപ്പോർട്ട് ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു ബൂസ്റ്റായി മാറിയേക്കാം. ആൻഡ് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ലവ് യു ഓൾ. ബൈ.